നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും KCL ചാനലിൻ്റെ 1 മുതൽ 0 വരെ എന്ന സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒപ്പം എൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. 1 മുതൽ 0 വരെ എന്ന പ്രോഗ്രാം ചുരുങ്ങിയ കാലം കൊണ്ട് ജനശ്രദ്ധ, പ്രത്യേകിച്ച് KCL ചാനലിലെ പ്രിയ പ്രേക്ഷകർ നെഞ്ചോട് നെഞ്ച് ചേർത്ത് വെച്ച ഒരു പ്രോഗ്രാമാണ്. ആ പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. ഇന്ന് ഒരു സ്പെഷ്യൽ പ്രോഗ്രാമുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തിയിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, സാധാരണ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാറുള്ളത് നിങ്ങളാണ്. പക്ഷേ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് നിങ്ങളല്ല, എൻ്റെ സഹപ്രവർത്തകരാണ്. 1 മുതൽ ചെറിയത് മുതൽ വലുത് വരെ ഉണ്ട്. 1 മുതൽ 0 വരെ, അല്ലെങ്കിൽ 0 മുതൽ 1 വരെ എല്ലാം ഇതിൽ പെടും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ഒരു കുറച്ച് സമയം നിങ്ങളുടെ സ്വീകരണ മുറിയിലുണ്ടാവും. നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ ഒരിക്കൽ കൂടി എല്ലാ പ്രിയ പ്രേക്ഷകർക്കും 1 മുതൽ 0 വരെ എന്ന ഓണം സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പം 1 മുതൽ 0 വരെ എന്ന പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് മുണ്ടെടുക്കാറ്, ഒരു വർഷത്തിൽ ഒരിക്കലും മുണ്ടെടുക്കാറുള്ളൂ. അത് ഈ ഓണത്തിനാണ്. പിന്നെ നവരാത്രി സമയത്തൊക്കെ മുണ്ടെടുക്കാറുണ്ട്. അതൊരു 10-15 അല്ലെങ്കിൽ അരമണിക്കൂർ സമയം. ഇതിപ്പോൾ മുണ്ടെടുത്തിട്ട് ശരിക്കും അങ്ങോട്ട് ഉറച്ചിട്ടൊന്നുമില്ല. പാൻസ് ഉണ്ട് ഇതിൻ്റെ അടിയിൽ, അതൊക്കെ കെട്ടി വെച്ചിരിക്കുക. കാരണം പേടിയാണ് ഇത് അഴിഞ്ഞു പോകുമെന്നുള്ളത്. ഗവൺമെൻറ് സ്ഥിരമായിട്ട് മുണ്ട് എന്തോ വെച്ച് വലിക്കണമെന്നാണ് ചോദിക്കുന്നത്. കണ്ടോ, കൂടെ നിൽക്കുന്നവർ വരെ കാല് വാരുന്ന സമയമാണ്. എന്തായാലും കുഴപ്പമില്ല, ഇവരെന്തായാലും എൻ്റെ സഹപ്രവർത്തകരാണ്, ഒരിക്കലും എന്നെ ചതിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം നമ്മൾ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾ ഇവരുടെ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്കറിയില്ല. എന്തായാലും എൻ്റെ എപ്പിസോഡിൽ ഇവരുടെ വിശേഷങ്ങൾ, ഇവർക്കുള്ളിൽ കലാകാരൻ മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള കുട്ടികൾ പോലും ഈ കൂട്ടത്തിലുണ്ട്. ഇവരുടെ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്കറിയില്ല. ഞാൻ സാധാരണ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ എല്ലാവരുടെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ എൻ്റെ ഡീറ്റെയിൽസും ഞാൻ പറയാം. ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി വ്യക്തമായിട്ട് ഒന്ന് കേൾക്കാം. ആദ്യം പേര് പറഞ്ഞേ. എൻ്റെ പേര് ശിരോഷ്മ. ശിരോഷ്മ, വായ കൊള്ളാത്ത ഒരു പേരാണ് ശിരോഷ്മ. ശിരോഷ്മ എന്താ അച്ഛൻ്റെ പേരെങ്ങനെയാ? അച്ഛൻ്റെ പേര് ശശി. ഇപ്പോഴത്തെ ഭയങ്കര ശശി. അമ്മയുടെ പേരെങ്ങനെയാ? അമ്മയുടെ പേര് ജ്യോതി. ജ്യോതി ചേച്ചി. ഓക്കെ. അപ്പോൾ നിന്റെ പേര് ശിരോഷ്മ. എന്തെങ്കിലും പ്രത്യേക സംസ്കൃത വാക്ക് അങ്ങനെ എന്തെങ്കിലും കാണാം? എന്തോ അച്ഛനും അമ്മയ്ക്ക് വല്ല ദേഷ്യം ഉണ്ടായിരുന്നോ? അറിയില്ല. ശിരോഷ്മ. ടിൻസ് ഒന്നല്ലല്ലോ? അല്ല. ഓക്കെ. അപ്പോൾ ശിരോഷ്മ എന്താ ജോലി വല്ലതും ഉണ്ടോ? അതെ, ഞാൻ 2014 BCom കഴിഞ്ഞു. എവിടെയാ പഠിച്ചതൊക്കെ? ഞാൻ വയനാട്ടിൽ, എൻ്റെ നാട്ടിലാണ് പഠിച്ചത്. വയനാട്ടുകാരിയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, വയനാട്ടുകാരിയാണ് നമ്മുടെ KCL ചാനലിലുള്ളത്. വയനാട് കൽപ്പറ്റയാണ് സ്ഥലം. അപ്പോൾ ഇവിടെ നമ്മുടെ ചാനൽ വന്ന് പോകുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വയനാട്ടുകാരിയാണ്. നമ്മുടെ ശിരോഷ്മ എന്ന് പറയുന്നത് കോഴിക്കോട്ടുകാരിയല്ല, യഥാർത്ഥത്തിൽ വയനാട്ടുകാരിയാണ്. ബാക്കി വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞു കൊടുത്തേ. ബാക്കി വിശേഷങ്ങൾ എന്താ വെച്ചാൽ, ഞാൻ BCom കഴിഞ്ഞു. ഇവിടെ ട്രാവൽ ഏജൻസിയിൽ അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്യാണ്. നമ്മുടെ RP മാളിന്റെ കണക്കൊക്കെ തെറ്റാറുണ്ടോ? ഇലക്ട്രോണിക്സിന്റെ മുകളിലുള്ള ലോസ് ആൻഡ് ടൂർസ് ആൻഡ് ട്രാവൽസിലാണ് വർക്ക് ചെയ്യുന്നത്. കണക്കൊക്കെ തെറ്റാറുണ്ടോ? കണക്ക് തെറ്റാറില്ല, എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പൊ ഇത് ആർക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നാണ് ഇതിന്റെ അർത്ഥം. പെട്ടെന്ന്. ഓക്കെ. ഈ ഇതെന്താ സംഭവം? ഈ ജിമിക്കാണ്. വല്ല ബിരിയാണി ചെമ്പോട്ടോ കെട്ടി തൂക്കുന്ന ഇതിലും ഭേദം ഉണ്ടാവും. അതിനകത്ത് വലിപ്പമുണ്ട്. അത് നമുക്ക് ചോദിച്ചു വരാം. അത് ശരിക്കും ഒന്ന് വിഷയത്തെ സൂം ചെയ്തോ. കാരണം എന്താ അറിയോ, ഇത് അത്രയും വലിപ്പമുണ്ട്. നിങ്ങൾ ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര ചെറുതായി തോന്നുള്ളൂ. എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ വലിയ ബിരിയാണി ചെമ്പ്, ഒരു 50 കിലോൻ്റെ ബിരിയാണി വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് വെച്ചിരിക്കുന്നത് ശിരോഷ്മ. എന്നാൽ അടുത്താളെ നമുക്കൊന്ന് ഗംഭീരമായിട്ട് പരിചയപ്പെടാം. പെട്ടെന്ന്. എൻ്റെ പേര് അജ്ന. ഞാൻ ദേവഗിരി കോളേജിൽ സെക്കൻഡ് ഇയർ BCom. ഓക്കെ, പറഞ്ഞോ. പിന്നെന്താ വേറെ? ദേവഗിരി കോളേജിലെ കോളേജൊക്കെ എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു. അതെനിക്കറിയാം. ആരെങ്കിലും റാഗ് ചെയ്തിരുന്നോ? നീ ചെയ്താലും നിന്നെ റാഗ് ചെയ്തു? ചെയ്തില്ല, ഞാൻ നല്ല റഫ് ഇട്ട് ഞാൻ അങ്ങോട്ടേക്ക് ചെയ്ത്. എന്താ അവര് ചോദിച്ചത്? ഞാൻ അല്ല, ഇങ്ങനെ വരുമല്ലോ, അപ്പൊ ഓരോന്ന് വരും. വിലല്ലേ സീനിയേഴ്സിനെ, അപ്പൊ ഞങ്ങളെ കണ്ട് മൈൻഡ് ചെയ്യില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വാങ്ങുന്നപ്പോ ഭയങ്കര പുച്ഛൊക്കെ. ഞങ്ങള് വിടും. ഞങ്ങളെല്ലാരും തടഞ്ഞു നിർത്തി ഞങ്ങള് പേര് വെച്ചു. അപ്പൊ ഒന്നൊരു വില, ആ പേര് ഇങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഞങ്ങക്ക് ദേഷ്യം പിടിച്ച് അവസാനം പറഞ്ഞു ഡാൻസ് കളിക്കാൻ പറഞ്ഞു. പിന്നെ അപ്പുറത്തെ ക്ലാസ്സിലെ സീനിയർ ഏട്ടന്മാർക്ക് ലവ് ലെറ്റർ. ഞാൻ കേട്ടത് നിന്നെ കൊണ്ട് ഒരു ഡാൻസ് കളിപ്പിച്ചെന്നുള്ള കേട്ടത്. ഇല്ല, ഞാൻ കളിച്ചില്ല. ഞാൻ ജൂനിയർ ആയി വന്നപ്പോണ്ടായിരുന്നു. നമ്മള് പിന്നെ വീട്ടില് ആരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മ, അച്ഛൻ, ചേച്ചി. ചേച്ചി ഇപ്പൊ ബാങ്ക് കോച്ചിങ് ചെയ്യാണ്. ഓക്കെ. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ബിസിനസ് തന്നെയാണ്, ഡ്രസ്സിന്റെ ഹോൾസെയിൽ ഷോപ്പിലാണ്. ഓക്കെ. അമ്മയ്ക്ക് ഒരു ഷോപ്പ് ഉണ്ട്, സ്റ്റിച്ചിങ് ഷോപ്പ്. ഓക്കെ. അപ്പൊ ഒരു ചെറിയ കൈയ്യടി കൊടുത്തേ രണ്ടുപേർക്കും. ഓക്കെ. അടുത്ത ആളെ പരിചയപ്പെടാം.
ശരിക്കും പെട്ടെന്ന് പടപടച്ചിട്ട്. പേര് അരുണിമ. ഞാൻ സെന്റ് വിൻസെന്റ് കോളനി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് ആണ്. 10ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്? ഞാൻ വിചാരിച്ചു വല്ല ഡിഗ്രിയൊക്കെ പഠിക്കുക എന്നുള്ളത്. പറഞ്ഞോ. പിന്നെന്താ പറയണ്ടേ? പിന്നെ വീട്ടിലാരൊക്കെ? വീട്ടിലെ അച്ഛൻ, അമ്മ, അനിയത്തി, അച്ഛമ്മ. പിന്നെ അച്ഛന് ചിക്കൻ സ്റ്റാൾ നടത്താണ് അച്ഛൻ. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചിക്കനൊക്കെ കഴിക്കാറുണ്ട്? സ്ഥിരമായിട്ട് ചിക്കൻ കഴിക്കാറുണ്ട്. ഓക്കെ. പിന്നെ വീട്ടിൽ അമ്മ ജോലി വല്ലതും? അമ്മ പിക്നിക് ഡേറ്റ്സിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യും. ഓക്കെ. എവിടെയാണ്? അത് ഇവിടെ ക്രിസ്ത്യൻ കോളേജ് അശോകപുരം. ഓക്കെ. വീട്ടിൽ വേറെ ആരെങ്കിലും? വേറെ ആരും. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഒറ്റ മോളാണ്? അല്ല, അനിയത്തി എന്ത് ചെയ്യുന്നു? അനിയത്തി സെക്കൻഡ് സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ്. അപ്പോൾ ഇത് കണ്ടല്ലോ, കോളാമ്പി, മൂന്നാമത്തെ കോളാമ്പി നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ആള്. എൻ്റെ പേര് വരദ. വരദ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ക്ലാസ്സിലല്ല, ഞാൻ ലോ കോളേജിൽ 3rd ഇയർ സ്റ്റുഡൻറ്റാ. കാലിക്കറ്റ് ലോ കോളേജിൽ 3rd ഇയർ സ്റ്റുഡൻറ്റാ. 2 വർഷം കൂടി കഴിഞ്ഞാൽ വക്കീലാവും. കണ്ട, എൻ്റെ അടുത്ത് ഇരിക്കുന്നത് LLB, എൻ്റെ അടുത്ത് നിൽക്കുന്നത് LLB വിദ്യാർത്ഥിനെ. ഞാൻ വിചാരിച്ച് വല്ല 5ലോ 6ലോ പഠിക്കുന്ന കുട്ടിയാണെന്നുള്ളത്. ഇത് ശരിക്കും ഒന്ന് മുഖം ഒന്ന് കണ്ടോ നിങ്ങൾ പ്രേക്ഷകർ കാണണം. ഏത് പ്രോഗ്രാമാണ് ചെയ്യുന്ന കേസിൽ? സിനി ടൈം പാസിന് നിങ്ങൾ വിളിക്കുന്ന ചെറിയ കുട്ടിയല്ല ഇത്, LLB വക്കീലാ കുത്തിയിരിക്കുന്നത്. ആര്? ആണോ? അപ്പൊ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും എപ്പിസോഡില് വക്കീലാന്നുള്ളത്. വില വേണ്ടതല്ലേ. അപ്പൊ എന്തെങ്കിലും കേസൊക്കെ ആയിട്ട് ഞാൻ വന്നു കഴിഞ്ഞാല് ഇത് കണ്ടിട്ട് വലിയ ഗുണമുള്ള വക്കീലാന്ന് തോന്നുന്നില്ല. അതാകത്രേ ഉള്ളൂ. നമ്മുടെ അതെ, അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ നമ്മുടെ പ്രിയ പ്രേക്ഷകൻ, പ്രിയ ആർട്ടിസ്റ്റ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, മിമിക്രി ആർട്ടിസ്റ്റ് കൂടി ആയിട്ടുള്ള വിനോദ് കോവൂരിൻ്റെ ഏട്ടൻ്റെ മകൾ കൂടിയാണ് ഈ നമ്മുടെ കൂടെ നിൽക്കുന്ന പേരൊരിക്കൽ കൂടി വരദ. ഓക്കെ. അപ്പോൾ വരദയ്ക്ക് ഇനി വേറെ വീട്ടിലാരൊക്കെയുള്ള? വരദന അച്ഛൻ വക്കീലാണ്. അച്ഛൻ പേരെന്താ? അപ്പോൾ ഇനിയിപ്പോൾ അച്ഛൻ്റെ അടുത്ത് തന്നെയാണ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? അപ്പോൾ അച്ഛൻ്റെ അടുത്താകുമ്പോൾ ഇനി അങ്ങോട്ടൊന്നും കേസൊക്കെ തരുന്ന ഉറപ്പാണ്? ഓക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു സത്യം ഒരു ചെറിയ കുട്ടിയിട്ടായിരിക്കും 6ലോ 7ലോട്ട് പഠിക്കുന്നത്. അതാണ് ഞാൻ എൻ്റെ അടുത്ത് കൊണ്ടേ നിർത്തിയത്. കാരണം ഈ വേറെ ആൾക്കാർ കാണുമ്പോൾ ഇനി വേറെ ഒന്നും തെറ്റിദ്ധരിക്കേണ്ട, 2-3 ചെറിയ കുട്ടികളല്ലേ എന്ന് വെച്ചിട്ട് എൻ്റെ അടുത്ത് കൊണ്ടു. ഇതുപോലത്തെ ഒരു പിന്നെ കാന്താരി മുളകാണെന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഓക്കെ. അപ്പോൾ ഇനി പറഞ്ഞോ. എൻ്റെ പേര് അഖില. ഞാൻ ഗ്ലോബൽ കോളേജിൽ ഫസ്റ്റ് ഇയർ ബികോം വിദ്യാർത്ഥിനിയാണ്. ബികോമിന് പഠിക്കുന്ന ആളും ലോ കോളേജിൽ പഠിക്കുന്ന ആളും. കാലം പോകുന്ന പോക്കെ, വെറുതെ അല്ല ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അമ്മ, അച്ഛമ്മ, ചേച്ചി. അച്ഛമ്മയുടെ പേരെന്താ? അച്ഛമ്മയുടെ പേര് സരോജിനി. സരോജിനി അമ്മയ്ക്ക് എൻ്റെ ഒരു നമസ്കാരം. ബൈ. ഓക്കെ. ഒരു ഓണാശംസകൾ. ഓക്കെ. പിന്നെ വീട്ടിൽ അച്ഛൻ ബികോം സെക്കൻഡ് ഇയർ പഠിക്കുന്നു. അച്ഛൻ എന്ത് ചെയ്യുന്നു? സോറി. പിന്നെ ചേച്ചി ബികോമിന്. ഓക്കെ. അതാ നമ്മുടെ സുന്ദരി കോത. ഒരു റോമയുടെ ഒരു ചെറുപ്പകാലം പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. പറഞ്ഞേ പേര്. ഇൻഹാം. ഉപ്പയുടെ പേരെങ്ങനെയാ? റഫീഖ്. നല്ല പേര്. ഉമ്മയുടെ പേര്? സാബിറ. മോളുടെ പേര്? ഇൻഹാം എന്ന് പറഞ്ഞത് ഒരു അറബി വാക്കാണ്. ഇൻഹാം എന്ന് പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്താണ്? സമ്മാനം. വന്നേ, KCL കിട്ടിയ സമ്മാനം. ഓക്കെ. യെസ്. പിന്നെ വീട്ടിൽ വേറെ ചേട്ടന്മാരൊക്കെ ഉണ്ടോ? പറഞ്ഞ ചേട്ടൻ്റെ പേരെന്താ? ഇർഫാൻ അലി മരക്കാർ. ഇതെന്താ ഈ മരക്കാരെന്നൊക്കെ പേരിട്ടത്? വെറുതെ ഒരു രസത്തിലിട്ടാണ്. ഉപ്പ വീട്ടിലെന്താ വിളിക്കല് ഇവരൊക്കെ? നമ്മുടെ പ്രേക്ഷകരോട് പറ, എന്താ ഉപ്പ ഇവരെ വിളിക്കാറ്? ഇർഷു, ഇഫ്രു. അവർ ടിൻസെട്ടാണോ? അല്ലല്ല. ഇതിൽ ആരാ ഏറ്റവും കൂടുതൽ വികൃതി ആരാണ്? പിന്നെ ഇർഫൂനാണോ ഇൻഫ്രൂനാണോ? ഇർഷൂനാണ്. ആർക്കാണ്? ഇർഷുവിന്. അപ്പോൾ ഇർഷു മേലെ വികൃതി കളിക്കരുത്. വികൃതി കളിച്ചാൽ നിന്നെ ചാനലിന് മുമ്പിൽ കൊണ്ടേ നിർത്തും. അപ്പോൾ ഒരു കയ്യടി നമ്മുടെ കൊച്ചുമിടിക്ക്. ഓക്കെ. അപ്പോൾ നമ്മൾ 1 മുതൽ 0 വരെ എന്ന പ്രോഗ്രാം സ്പെഷ്യൽ എപ്പിസോഡ് നമ്മൾ ആരംഭിച്ച് കഴിഞ്ഞു. ഇതിലെ സമ്മാനം ആർക്കാണെന്ന് നമ്മൾ 3 സമ്മാനങ്ങളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സമ്മാനം നമ്മൾ എടുക്കാൻ പോകുന്നതിന് മുമ്പ് എടുക്കാം ഒരു ചെറിയ ബ്രേക്ക്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്. ആദ്യം നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമ്മൾ സാധാരണ ഫോൺ ചെയ്തിട്ടാണ് നമ്പറൊക്കെ മേടിച്ചെടുത്തിട്ടാണ് നമ്മൾ സാധനം ചെയ്യാറ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ഇവിടെ ഒരു ചെറിയ ഒരു കടമ്പ കടക്കണം. ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മാത്രം, ഒരു കുസൃതി ചോദ്യം ഞാൻ ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞാൽ മാത്രമേ നമ്മുടെ മിടുക്കികൾക്ക് ഈ മത്സരത്തിലോട്ട് പ്രവേശിക്കാൻ സാധിക്കൂ. ചോദ്യം ഇതാണ്: ലോകത്ത് എവിടെയും എനിക്ക് സഞ്ചരിക്കാം, എൻ്റെ സ്ഥാനം മൂലയിലാണ്. ചോദ്യം ഒരിക്കൽ കൂടി: ലോകത്ത് എവിടെയും എനിക്ക് സഞ്ചരിക്കാം, എൻ്റെ സ്ഥാനം
മൂലയിലാണ് നമ്മുടെ കൊച്ചു മിടുക്കിക്കാണ്. എന്താ മൈക്ക് പിടിച്ചേ. നമ്മുടെ ക്യാമറ നോക്കി പറഞ്ഞേ എന്താണ്, പെട്ടെന്ന് പറയണം, നമുക്ക് സമയമില്ല. യെസ്, സ്റ്റാമ്പ് ഒരു കൈയ്യടി കൊടുത്തേ. യെസ്, അപ്പോൾ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ മത്സരത്തിലോട്ട് പങ്കെടുക്കാം. ഇഷ്ടമുള്ള നമ്പർ പറഞ്ഞേ, ഭാഗ്യ നമ്പർ 7. ഏടാണ് കൊച്ചു മിടുക്കി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 7 ഞാൻ എടുക്കാൻ വേണ്ടി പോകണം. മാറ്റണ്ട, കൺഫേം. ഓക്കെ, നമുക്ക് സമയം വളരെ കുറവായതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. 7 നമ്മുടെ കൊച്ചു മിടുക്കി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 7 സോറി എന്ന് പറയാൻ വയ്യ, കൺഗ്രാജുലേഷൻ എന്ന് പറയുന്നു. സമ്മാനമുണ്ട്. അപ്പം 7 നമ്മൾ സമ്മാനം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സമ്മാനം കിട്ടിയ പേരൊരിക്കൽ കൂടി ഇൻഹാമിന്. ഞാനല്ല സമ്മാനം കൊടുക്കുന്നത്, നമ്മുടെ വക്കീൽ സമ്മാനം കൊടുക്കട്ടെ. വക്കീലെ ഒരു സമ്മാനം കൊടുത്തേ. വക്കീൽ ഒരു കൈയടി ആവാം. വക്കീലാണ് സമ്മാനം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാലോ വക്കീലെ? അല്ല, ചേട്ടൻ ഓരോ നേരം ഞങ്ങളോട് ചോദിക്കണേ. ഞാൻ ചോദിക്കട്ടെ, ചേട്ടൻ ഇങ്ങനെ സ്റ്റേജിൽ എല്ലാവരും ചിരിപ്പിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പൊ ചേട്ടന് ശരിക്കും ലൈഫിൽ ചേട്ടനെ ചിരിപ്പിച്ച എന്തെങ്കിലും അനുഭവം, ഓണക്കാലമായിട്ട് അല്ലെങ്കിൽ വേറൊരു അനുഭവം ഉണ്ടെങ്കിൽ? ഓണക്കാലമായിട്ട് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഓണം എന്ന് പറയുമ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു വേദനയോടുകൂടി ഓർക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സാധാരണ ഓണത്തിന് നമ്മൾ വീട്ടിലുണ്ടാവില്ല. ഇപ്പം ഇന്നും ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നേരെ പ്രോഗ്രാമിന് പോകും. അപ്പോൾ നമുക്ക് ഓണത്തിന് എപ്പോഴും ഇപ്പോൾ വിനോദേട്ടൻ ചോദിച്ചാൽ അറിയാം, വീട്ടിൽ ഓണം, വിഷു, പെരുന്നാൾ, ക്രിസ്മസിനൊന്നും ഞങ്ങൾ വീട്ടിൽ ഉണ്ടാവാറില്ല. പ്രത്യേകിച്ച് കലാകാരന്മാർ, അത് ഏത് കലാകാരനായിക്കോട്ടെ, നാടകം, മിമിക്രി, പാട്ട്, ഏത് കലാകാരനായിക്കോട്ടെ അവർ വീട്ടിലുണ്ടാവില്ല. അതെല്ലാവർക്കും അറിയാം. തങ്ങളൊരു കുടുംബമായതും തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ എനിക്ക് ഓണം എന്ന് പറയും, ഓണത്തിനുണ്ടായ സംഭവം അല്ലെങ്കിൽ ഒരു മിമിക്രിയിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയ എന്നെ ചിരിപ്പിച്ച, ഞാൻ എപ്പോഴും മറക്കാൻ ശ്രമിക്കുന്ന അനുഭവം, പക്ഷേ അത് മറക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു അനുഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ വയനാട്ടിൽ ഒരു ഓണത്തിന് ഞങ്ങളുടെ പ്രോഗ്രാം ബുക്ക് ചെയ്തു. അപ്പോൾ പ്രോഗ്രാം ബുക്ക് ചെയ്ത സമയത്ത് വൈകിട്ട് 8 മണിക്കാണ് പ്രോഗ്രാം. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം ഞങ്ങളുടെ ടീമെത്തി ഗാനമേള, മിമിക്സ്, സിനിമാറ്റിക് ഡാൻസ്, ഇത് 3 കൂടി ചേർന്ന് ഞങ്ങൾ 25 പേരടങ്ങുന്ന ഒരു മെഗാ ഷോ പെർഫോമൻസാണ്. അങ്ങനെ ഈ വാക്ക് എനിക്ക് ഉപയോഗിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ന്യൂ ജനറേഷൻ്റെ കാലഘട്ടത്തായതുകൊണ്ട് ഈ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നതൊന്നും തോന്നരുത്. അത്തരത്തിലൊരു വാക്കാണ് ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. ആരും ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ നമ്മൾ 25 പേര് അവിടെ ചെന്നു. വലിയ ബസ്സിലാണ് ചെന്നത്. പ്രോഗ്രാമൊക്കെ തുടങ്ങാൻ നേരത്ത് നമ്മൾ പൊതുവെ ഞാൻ ഉൾപ്പെടെ എല്ലാ മിമിക്രിക്കാർക്കും അല്ലെങ്കിൽ എല്ലാ പാട്ടുകാർക്കും തരാറുണ്ട്. ഈ പ്രോഗ്രാം സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഒന്ന് കുളിക്കണം, ഒന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോകണം, ഒന്ന് ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോകണം. അത് ഞങ്ങളുടെ ഒരു വീക്ക്നെസ്സാണ്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ അന്ന് നമ്മൾ ഇതേപോലെ തന്നെ ഒരു 7 മണിയായപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പ്രകാശൻ എന്നാണ് നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ പേര്, സെക്രട്ടറിയുടെ പേര് ശശിയേട്ടൻ. ശശി, നിൻ്റെ അച്ഛൻ്റെ പേരെന്നെ. അപ്പോൾ ശശിയേട്ടൻ. അപ്പോൾ ഞാൻ പ്രകാശേട്ടാ എന്താ വെച്ച് പ്രോഗ്രാം തുടങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് വയറൊരു അസ്കിത, സാമ്പാറും ചോറൊക്കെ കഴിച്ചല്ലേ, പായസം കഴിച്ചൊരു വയറ്റിനൊരു അസ്കിത ഉണ്ട്. അപ്പോൾ ഒന്ന് പോയാൽ കുഴപ്പം. ഞാൻ പറഞ്ഞു, അജയ് ഇവിടെ അടുത്തൊന്നും വീടില്ല, ഇതൊരു ക്ലബിൻ്റെ ഇതുപോലത്തെ ഒരു വലിയ പറമ്പാണ്, ഒരു കിലോമീറ്ററിനും പോകണം, നല്ലൊരു ടോയ്ലറ്റൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു സമയമില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു മുണ്ട കൊടുത്ത് ഇങ്ങനെ നിൽക്കുക. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇപ്പോൾ ഇത് പോകണമല്ലോ, ഒരു തോർത്തും തോളിട്ട് നിൽക്കുക. അപ്പം ഉടനെ പ്രകാശേട്ടൻ പറഞ്ഞു, ശശിയെ, സെക്രട്ടറി വിളിച്ചു, സെക്രട്ടറി ശശിയെ. അപ്പോൾ ശശിയേട്ടൻ വേഗം വലിയ ബാഡ്ജൊക്കെ കുത്തി വന്നു. എന്താ വെറുതെ നമ്മുടെ അജയ് മെയിൻ നടൻ. അറിയാം അജയ് നമുക്കറിയാം, പുള്ളി ശേഷം കഴിച്ചിട്ടുമുണ്ട് സെക്രട്ടറി. പൊതുവെ അങ്ങനെയാണല്ലോ, ഓണത്തിനൊക്കെ പുള്ളി ശേഷം കഴിച്ചിട്ടൊക്കെ നിൽക്കുക. അപ്പോൾ എന്താ അജയ് പ്രശ്നം? ഞാൻ പറഞ്ഞിരിക്കുന്നു ടോയ്ലറ്റ് പോകണമെങ്കിൽ ഇങ്ങനെ ആകരും വേണ്ട, വാ. എന്നെ കൂട്ടിക്കൊണ്ട് എന്നൊരു പറമ്പ് കൊണ്ടേ ഇരുത്തി. അപ്പോൾ പറമ്പിലിരുന്നോളം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇവിടെ ആരും വരില്ല, നിങ്ങൾ പേടിക്കേണ്ട പറഞ്ഞു. അപ്പോൾ ചേട്ടന് ഒരു പറമ്പ്, ചേട്ടന് ചെറിയ ചൂട്ട് കത്തിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചൂട്ട് ഞാനവിടെ ഇരിക്കുന്ന സമയത്ത് 4-5 സ്ത്രീകൾ നടന്ന് വരിക, തിരക്കിട്ട് വരിക, വേം വാ ആ പരിപാടി ഇപ്പോൾ തുടങ്ങുന്നു. അപ്പോൾ എൻ്റെ നേരെ അവർ വരുന്നത്, ഞാനിവിടെ ഇരിക്കുക, ഇപ്പോൾ തുടങ്ങുന്നു. അപ്പോൾ ഇവർ ഈ പറയുന്ന ചേട്ടൻ പറയാ, ഓമനേച്ചിയെ നിങ്ങൾ തിരക്കാക്കി പോകണ്ട, അതിലിരിക്കണ മെയിൻ നടന്നത് അവിടെ തൂറാൻ കുത്തിരിക്കേണ്ടത്. ഈ പരിപാടി ഇപ്പം തുടങ്ങില്ല, അതില്ല മെയിൻ നടന്നത് അവിടെ തൂറാൻ കുത്തിരിക്കേണ്ടത്, വന്നിട്ട് തുടങ്ങുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കാൻ കാരണം ന്യൂ ജനറേഷൻ്റെ കാലമാണ്, അവർക്ക് ഈ വാക്ക് ഉപയോഗിച്ചാലേ ശരിയാവത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത അങ്ങനെ ഇഷ്ടമായില്ല ഇത്? ഒന്നും ചോദിച്ചില്ല എന്നാണ് വരദ പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത കുസൃതി ചോദ്യത്തിലോട്ട് നമ്മൾ പോവുകയാണ്. അതിനു മുമ്പ് ഒരു ചെറിയ ബ്രേക്ക് എനിക്ക് ആവശ്യമാണ്. എടുക്കാം ഒരു ഷോർട്ട്. പറഞ്ഞേ, ബ്രേക്ക്. വെൽക്കം ബാക്ക്. 1 മുതൽ 0 വരെ എന്ന ഓണം സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ അടുത്ത ചോദ്യം ഒരു കടമ്പ കടന്നാലേ നമുക്ക് ഉത്തരത്തിലോട്ട് വരത്തുള്ളൂ. അടുത്ത ചോദ്യം വരതയാവണ്ട, നമുക്ക് നമ്മുടെ സിനിമാ താരത്തിനോട് ചോദിക്കാം, വയനാട്ടുകാരിയോട് ചോദിക്കാം. കാരണം വയനാട്ടിൽ നിന്ന് എനിക്കൊരു പാര കിട്ടിയതാണല്ലോ, അതിന് മറുപടിയായിട്ട് നമുക്ക് ഇപ്പോൾ കൊടുക്കാം. സമ്മാനം ഇവിടെ റെഡിയാണ്. KCL ചാനൽ തരുന്ന ഒരു മികച്ച സമ്മാനമാണ്. ചോദ്യം ഇതാണ്,
ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രഖ്യാപനം നടത്തിയത്? കുസൃതി ചോദ്യമാണ്. കുസൃതി ചോദ്യമാണ്. ഏത് സംസ്ഥാനത്ത് വെച്ചാണ്? കിട്ടിപ്പോയി. ഇന്ത്യ. ഏ? ഇന്ത്യ ഒരു കയ്യടി കൊടുത്തേ. സംസ്ഥാനമാണല്ലോ. തെറ്റാണ്. ഇന്ത്യ തന്നെയല്ലേ തെറ്റാണ്. ഓ തെറ്റാണ്. പിന്നെന്താ? ആ ചോദ്യം തെറ്റാണ്. അപ്പോൾ നമുക്ക് വരദ പറയാൻ നോക്കാം. വരദ പറഞ്ഞേ. ജവഹർലാൽ നെഹ്റു അല്ല ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ ഗാന്ധിജിയാ. യെസ്, ഒരു ശരിക്കും കൈയടി കൊടുത്തേ. എൻ്റെ ചോദ്യം തന്നെ തെറ്റായിരുന്നു. നമ്മുടെ യഥാർത്ഥത്തിൽ ജവഹർലാൽ നെഹ്റു അല്ല ക്വിറ്റ് ഇന്ത്യ പ്രഖ്യാപനം നടത്തിയത്, മഹാത്മാഗാന്ധിജിയാണ്. അപ്പോൾ വരദ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ നമ്മൾ മത്സരത്തിലോട്ട് പോവാം. എനിക്ക് സമ്മാനം തന്നില്ലല്ലോ. അല്ല, സമ്മാനത എൻ്റെ കയ്യിലുണ്ട്. ഇത് പിടിച്ചേ, മൈക്ക് പിടിച്ചേ. അപ്പം ഇഷ്ടമുള്ള നമ്പർ പറഞ്ഞോ. 5 പറയട്ടെ. 5 വേണ്ട, 5 ഞാൻ പറയുന്നത് 5 വേണമെങ്കിൽ പറഞ്ഞോ, പക്ഷെ സമ്മാനം കിട്ടാതെ. ഞാൻ എന്റെ ലക്കി നമ്പർ. അതിന് എത്ര ലക്കി നമ്പർ? എത്രയാ? ലക്കി നമ്പർ 4. 4. ഈ 4 വേണം, ഞാൻ എടുത്തോളാം. 4 എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാ? ഒന്നുമില്ല, എന്റെ ലക്കി നമ്പർ. വളരെ ഓപ്പണായിട്ട് ചോദിക്കണം. ആരും പ്രണയിച്ചിട്ടുണ്ടോ? അയ്യോ, അതെന്തിനാ, നമുക്ക് എടുക്കാം. എടുക്കണം മുമ്പ് പറഞ്ഞ വിനോദേട്ടനൊക്കെ കേൾക്കട്ടെ. ഞങ്ങൾ ഇതെല്ലാരും കാണുന്നവരടി. അപ്പൊ പ്രണയം ഉണ്ടെന്ന സത്യം അല്ല, അപ്പൊ ഇത് പ്രണയം ഉണ്ടെന്ന സത്യം. നിങ്ങൾ ഇതാ വരദ ബുക്കിലാണ് ഓൾറെഡി. അപ്പൊ സത്യമല്ലേ? കണ്ടാ എന്താ കള്ളത്തറ, ഇതിൻ്റെയൊക്കെ കള്ളത്തറ. നമ്മൾ ഓരോരുത്തരും എല്ലാവരും കള്ളത്തരം ഞാൻ നിങ്ങൾക്ക് പൊളിച്ചു തരാം. അപ്പോൾ 4 എടുക്കാൻ വേണ്ടി പോവുകയാണ്. ആ പയ്യൻ്റെ പേരൊന്ന് പറഞ്ഞ് ചവിട്ടി പറഞ്ഞു. പുള്ളിയുടെ ലക്കി നമ്പറാണോ 4? പുള്ളിയുടെ പേര് എന്നൊരു സീക്രട്ടായിട്ട്. കൃഷ്ണൻ എന്നാണ് പുള്ളിയുടെ പേര്. എന്നാണ് കൃഷ്ണനുമായി ബന്ധപ്പെട്ട എന്തോ പേരാണ് സഹത എന്നാ, അങ്ങനെയാണോ പേരാണോ? എന്താ? അങ്ങനെ തന്നെയാണ്. എന്തായാലും താങ്കളുടെ ജീവിതം അങ്ങനെ തന്നെ ഒരു വക്കീലിൻ്റെ കൂടെ കുടുങ്ങിയിട്ട് 2 കള്ളന്മാർ തമ്മിൽ യോജിക്കുന്ന ഒരു ജീവിതമായി മാറട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. 4 എടുക്കാൻ വേണ്ടി പോവുകയാണ്. 4 ഞാൻ എടുത്തിരിക്കുകയാണ്. 4 ഭാഗ്യ നമ്പറാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോറി വരദ. ഞാനങ്ങനെയൊക്കെ മാറ്റി പറയും. ഞാൻ പലതും പറയും. ഞാൻ പറയുന്ന മാതിരി ഞാൻ കെട്ടിച്ചാട്ടം പറഞ്ഞ് ചാടുമോ? അത് പറ്റത്തില്ല. അപ്പോൾ 4 നമ്പറില്ല. അപ്പോൾ സോറി നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും അടുത്ത തവണ നോക്കാം. പരാജയപ്പെട്ടതുകൊണ്ട് നമുക്ക് വരദയുടെ ഒരു 2 വരി പാട്ട് കേൾക്കാം. എനിക്ക് വേണ്ടിയിട്ടല്ല, നിന്റെ കൃഷ്ണന്. പഠിക്കോ ഒരു 2 വരി പാട്ട്? കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആ കൃഷ്ണനല്ല, നിന്റെ മനസ്സിലുള്ള കൃഷ്ണൻ. ആരെ പാട്ടാലും കുഴപ്പമില്ല. ഓക്കെ, നമ്മളൊന്ന് ആസ്വദിച്ച് വരുമ്പോഴാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്. അപ്പോൾ 4 നമ്മൾ സമ്മാനം ഇല്ല. അപ്പോൾ ഇനിയും സമ്മാനങ്ങൾ ഇതിൽ കാത്തിരിപ്പുണ്ട്. 2 ഗിഫ്റ്റ് ഇനി കാത്തിരിപ്പുണ്ട്. ഒരു ഗിഫ്റ്റ് നമ്മുടെ കാന്താരിക്ക്, കൊച്ചു കുറുമ്പുകാരിക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അടുത്ത കുസൃതി ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. നമുക്ക് അത് മറ്റാരുമല്ല, അജിനയ്ക്ക് കൊടുക്കാം. ദേവരി കോളേജിലെ ഹീറോ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അജിനയാണ് അടുത്ത മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. ചോദ്യം ഇതാണ്, കുസൃതി ചോദ്യമാണ്. എഴുതാനും വായിക്കാനും സുഖം, വള്ളിയും പുള്ളിയും ഒന്നും ഇല്ലാത്ത സ്ഥലം. വളരെ ശ്രദ്ധിച്ച് പറയാം. വള്ളിയും പുള്ളിയും ഒന്നും ഇല്ലാത്ത സ്ഥലം, എഴുതാനും വായിക്കാനും സുഖം. അങ്ങനെ നല്ലൊരു സ്ഥലത്തിൻ്റെ പേരാണ്, അത്ര അറിഞ്ഞാൽ മതി. വള്ളിയും പുള്ളിയും ഒന്നുമില്ലാത്ത സ്ഥലം, എഴുതാനും വായിക്കാനും സുഖം. വടകര. ഒരു കയ്യടി കൊടുത്തേ. യെസ്, വായിക്കാനും എഴുതാനും സുഖമാണ്. പിന്നെ വള്ളിയും പുള്ളിയും ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് വടകര. അങ്ങനെ ഇല്ലാത്തൊരു സ്ഥലവും ഇല്ല. ഇപ്പോൾ എൻ്റെ സ്ഥലത്തിൻ്റെ പേര് കല്ലായി. കല്ലായിൽ വള്ളിയുണ്ട്, പുള്ളിയുണ്ട്, ഒക്കെ ഉണ്ട്. ഇപ്പോൾ എന്തോ ദീർഘം ഉണ്ട്. നിന്റെ സ്ഥലം എവിടെയാ? എരഞ്ഞിപ്പാലം. അതിൽ ഭൂജമുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും അജ്ന നമ്മളെ മത്സരത്തിലോട്ട് വന്നിരിക്കുകയാണ്. അജ്ന പറഞ്ഞോ, ഇഷ്ടമുള്ള നമ്പർ എടുത്തോ. നമ്പർ 5 ആണ്. എന്തോ മൈക്ക് കൊടുത്തേ. വരദ പിറുവിറുക്കുന്നുണ്ട്. എനിക്കറിയില്ല, ഇത് KCL ചാനലിനും അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ നമ്പർ വെക്കുന്ന അറിയുള്ളൂ. നീ കണ്ടതല്ലേ അവിടെ വെക്കുന്നത്? നമ്മൾ ആരും കൊണ്ട് അടുപ്പിച്ചില്ലല്ലോ. അന്ന് മൈക്കോടെ കൊടുത്തേ. വലിയ ഇപ്പോഴെ കള്ളം പറയാൻ പഠിച്ച് വക്കീല്. ഇതൊക്കെ വലിയ കഴിഞ്ഞാൽ വലിയ എന്താ നമ്മുടെ കായംകുളം കൊച്ചുണ്ണിയെ വെല്ലും. അങ്ങനത്തെ വലിയ കള്ളന്മാരാ വരാൻ വന്ന്. അപ്പോൾ എന്തായാലും അജ്ന നമ്പർ 5 പറഞ്ഞിരിക്കുകയാണ്. അജ്ന സോറി എന്ന് ഞാൻ പറയുന്നില്ല, സമ്മാനമുണ്ട്. മനഃപൂർവ്വം ഞാൻ ചെയ്തതല്ല, ഇതിൻ്റെ ആൾക്കാർ ചെയ്തത്. പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ബൈജു സാറിനെയും ലിജു സാറിനെയും വിശ്വജിത്തിനൊക്കെ നമുക്ക് വേണ്ടവർ പണി കൊടുക്കാം. അപ്പോൾ 5 സമ്മാനമുണ്ട്. സമ്മാനം ഞാൻ നൽകുകയാണ്.
ദേവരി കോളേജിലെ ഹീറോ ആണ്. ഹീറോയിൻ ആരാന്ന് പറഞ്ഞിട്ടില്ല, പുള്ളിയാണ്. ആരാ പറഞ്ഞു? ഹീറോയിൻ അജിനയാണ്, ഹീറോ ആരാന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഇനി അങ്ങനെ ആര് സസ്പെൻസ് ആണ്, ഇപ്പോഴേ പൊട്ടിക്കേണ്ട. അപ്പോൾ ഉണ്ടെന്നാണ് അർത്ഥം, ഒക്കെ ബുക്കിലാണെന്നാണ് അർത്ഥം. അപ്പോൾ ഓക്കെ, കുഴപ്പമില്ല. ഓൾ ദി ബെസ്റ്റ്. ഒരു ചെറിയ പ്രോത്സാഹന സമ്മാനം ഞാൻ നൽകുകയാണ്. ഓക്കെ, ഈ സമ്മാനങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാതെ ഇവന്മാരെ അടുത്ത് പിടിച്ച് നിൽക്കാൻ വയ്യ. കാരണം ഇവന്മാർ എന്നെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എടുക്കാം ഒരു ചെറിയ പറഞ്ഞേ. വെൽക്കം ബാക്ക്. 1 മുതൽ 0 വരെ എന്ന ഓണം സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ അടുത്തായിട്ട് അഖിലയാണ് അടുത്ത ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി പോകുന്നത്. ചോദ്യം ഇതാണ്: പ്രായപൂർത്തിയായ പെൺകുട്ടികൾ വീട്ടുകാരോട് പറയുന്ന 5 അക്ഷരമുള്ള ഇംഗ്ലീഷ് വാക്ക്. പ്രായപൂർത്തിയായ പെൺകുട്ടികൾ വീട്ടുകാരോട് പറയുന്ന 5 അക്ഷരമുള്ള ഇംഗ്ലീഷ് വാക്ക്. LOVE. അതിൽ 4 അക്ഷരമല്ലേ ഉള്ളൂ? എവിടെ 5? സോറി, SORRY. സോറി, 5 അതിലുമില്ല. അപ്പോൾ ഹാൻഡ് ഓവർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യാണ്. പറഞ്ഞേ. പ്രായപൂർത്തിയായ ചോദ്യം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം, ക്യാമറയിലേക്ക് നോക്കിക്കോളൂ. പ്രായപൂർത്തിയായ പെൺകുട്ടികൾ വീട്ടുകാരോട് പറയുന്ന 5 അക്ഷരമുള്ള ഇംഗ്ലീഷ് വാക്ക്. അറിയാമെന്ന് തോന്നുന്നു, വെറുതെ ചുമ്മാ ആലോചിക്കുകയാണ്. എനിക്കറിയാം ഇതൊക്കെ അറിയാതെ എവിടെ പോകാനാണ്. പറഞ്ഞോ പെട്ടെന്ന്. ഇങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ അറിയാം. കണ്ണ് കണ്ടാൽ, ആ ചിരി കണ്ടാൽ അറിയാം. അതൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഞാൻ ക്യാമറയോട് പറയാ എന്നാണ് അല്ലേ? സത്യമല്ലേ? അത് പറഞ്ഞു കഴിഞ്ഞാലുള്ള പണി ഞാൻ വേറെ തരും ചെയ്യാം. പെട്ടെന്ന്. NAKTQ. എന്നെ കെട്ടിക്കൂ. പ്രായപൂർത്തിയായ പെൺകുട്ടികൾ വീട്ടുകാരോട് പറയുന്ന 5 അക്ഷരമുള്ള ഇംഗ്ലീഷ് വാക്കാണ്. എത്രയാണ് പഠിക്കുന്ന പറഞ്ഞേ? 10th ആയിട്ടുള്ളൂ. ഇവിടെ ഡിഗ്രിക്ക് പഠിക്കുന്നവർ വരെ പറഞ്ഞിട്ടില്ല എന്നെ കെട്ടിക്കൂ എന്നുള്ളത്. ഇതാ പറഞ്ഞത്. അപ്പോൾ അച്ഛൻ്റെ അമ്മേൻ്റെ പേര് ഒരിക്കൽ കൂടി പറഞ്ഞേ. അത് പറഞ്ഞേ, കേൾക്കട്ടെ, നമ്മുടെ ഇത് കേൾക്കട്ടത്. പറഞ്ഞേ. അച്ഛൻ്റെ പേര് രജീഷ്, അമ്മേൻ്റെ പേര് ഷൈമ. അപ്പോൾ അതാ ഷൈമ ചേച്ചി ഇവിടെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, ഈ ക്യാമറയ്ക്ക് പിറകുവശമുണ്ട്. ഷൈമ ചേച്ചി കേട്ടല്ലോ, എന്നെ കെട്ടിക്കൂ എന്നാണ് മോള് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേഗം 10ാം ക്ലാസ് ഒന്നാവേണ്ട. പ്രേമം സിനിമ കണ്ടേണ്ട എഫക്റ്റ് ആണെന്നാണ് തോന്നുന്നത്. പ്രേമം സിനിമ കണ്ടിട്ടില്ല. പ്രേമം സിനിമ കാണാത്ത ഇന്ത്യയിലെ ഒരേ ഒരു ന്യൂ ജനറേഷൻ ഇവള് മാത്രമായിരിക്കുന്നത് തോന്നുന്നത്. ആണോ? കണ്ടിട്ടില്ല. ചുമ്മാ കള്ളം പറയാം, കണ്ടാൽ അറിയാം. ഓക്കെ, നന്നായി. കാണാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഓക്കെ, അപ്പം നമ്മൾ മത്സരത്തിൽ ജയിച്ചിരിക്കുകയാണ്. ഇനി ഭാഗ്യ നമ്പർ പറഞ്ഞോളൂ. 0. 0 പറഞ്ഞിരിക്കുന്നത്. 0 എന്തത്ര വലിയ ഇഷ്ടം? 0 നമ്മളൊരു എന്തെങ്കിലും എഴുതുമ്പോൾ സ്റ്റാർട്ടിങ്ങും 0 എൻഡിങ്ങിനും വേണേ 0 ചേർക്കാം. ആണോ? 1 എഴുതുമ്പോൾ 0 ചേർക്കാൻ പറ്റുമോ? അല്ല, 1ന്റെ മുന്നേ 0 ചേർത്തിട്ട് എഴുതില്ലേ? അപ്പോൾ 0 എപ്പോഴും ഭാഗ്യ നമ്പർ. അപ്പോൾ എന്തായാലും ഗസ്സിൽ 0 പറഞ്ഞിരിക്കുന്നത്. ഞാൻ 0 എടുക്കുകയാണ്. കാണാതെ ഒളിപ്പിച്ചൊക്കെ കൊണ്ടുവരട്ടെ, അല്ലാതെ നിവൃത്തിയില്ല. അപ്പം 0 നമ്മുടെ മിടുക്കി പറഞ്ഞിരിക്കുന്നത്. അപ്പം 0 സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഒരു കയ്യടി കൊടുത്തേ. 0 സമ്മാനം. 0 എത്ര ലക്കിയാണെന്നുള്ള ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ അമ്മ കേട്ടല്ലോ, അച്ഛൻ രതീഷേട്ടാ കേട്ടല്ലോ, എന്നെ കെട്ടിക്ക്, ഉടനെ കെട്ടിക്കാനാണ് പറഞ്ഞില്ലേ. എടുത്ത് ചാടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ സ്വർണ്ണത്തിനൊക്കെ ഇപ്പോൾ വില കുറയാണ്, ഒന്നും പ്രശ്നമാക്കണ്ട. അപ്പോൾ എന്തായാലും നമ്മുടെ വക്കീൽ, സമ്മാനം കിട്ടാത്ത വക്കീൽ, സമ്മാനം കിട്ടിയ കുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് എനിക്ക് ഈ പേരൊക്കെ മാറ്റിയിട്ട് മലർന്നുണ്ടാക്കി കൂടെ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വരതാന്നുള്ള പേര് മാറ്റിയിട്ട് വിളിച്ചേ മലരേ. മലർ ആളെ വിട്ട് തല്ലിക്കുന്ന പറയുന്നത്. ഓക്കെ, ഒരു കൈയ്യടി ആവാം. ഓക്കെ, 0 കിട്ടിയത്, സമ്മാനമുണ്ട്. അപ്പോൾ അവിടെ നിൽക്കട്ടെ. നമ്മുടെ മത്സരം ഇവിടെ അവസാനിക്കുന്നില്ല. ഒരു ചെറിയ ഇടവേള കൂടി ഞങ്ങൾക്ക് ആവശ്യമാണ്. എടുക്കാം ഒരു ചെറിയ ബ്രേക്ക്. വെൽക്കം ബാക്ക്. 1 മുതൽ 0 വരെ ഓണം സ്പെഷ്യൽ പ്രോഗ്രാം. ഇതിൻ്റെ അവതാരക നീയാണോ ഞാനാണോ? ആരാ? പിന്നെ ഞാൻ പറഞ്ഞോളൂല്ലേ. കണ്ട, ഇതാണ് അവസ്ഥ എന്നോട്. ഞങ്ങളൊക്കെ വളർന്നു വരുന്ന പുതിയ തലമുറയിൽ പെട്ട ആൾക്കാരാണ്. ഞങ്ങളെക്കാൾ ഒത്തിരി സീനിയർ ആണല്ലോ ചേട്ടൻ. ഞാൻ സീനിയർ. എനിക്ക് അതിനകത്ത് വയസ്സൊന്നുമില്ല. ഒരു 26-27 വയസ്സേ എനിക്കുള്ളൂ. കണ്ടാലും തോന്നും. എനിക്ക് അത്ര വയസ്സുള്ളൂ. ആൾക്കാർ പറയും എനിക്ക് അങ്ങനെ വയസ്സു. എന്നെ കണ്ടെത്തനൊക്കെ എന്നെ കാണാൻ ഞാൻ ഒരു 26 വയസ്സ്. ഇനിയിപ്പോൾ അടുത്ത ഓണം വന്നാൽ 27 വയസ്സാവത്തുള്ളൂ. അത്രേ പ്രായം എനിക്കുള്ളൂ. എന്താ ചോദിക്കാനുള്ളത്? അപ്പൊ ഞങ്ങളെക്കാൾ ഒരുപാട് ഓണം അധികം ഉള്ളതാണല്ലോ. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് എന്നെ നീ വലിയ ആളാക്കല്ലേ. മറക്കാനാവാത്തൊരു
ഓണത്തിന്റെ അനുഭവം? മറക്കാനാവാത്ത ഓണത്തിൻ്റെ അനുഭവം ഞാൻ മുൻപ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഓണത്തിൻ്റെ വിശേഷങ്ങളാണ് ഉദ്ദേശിച്ചത്. അതിപ്പോൾ നമ്മൾ ഈ ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പകാലത്തൊക്കെ പിന്നെ പൊതുവെ ഇപ്പോൾ ഞാൻ പ്രോഗ്രാം പോകുന്നുണ്ടെന്ന് എനിക്ക് കുറേ പറയാൻ സാധിക്കും. കാരണം നമ്മുടെ തെക്കൻ ജില്ലകളിൽ, അതായത് കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിൽ നമ്മുടെ മലബാർ ഭാഗത്താണ് കൂടുതൽ ഓണത്തിന് മത്സ്യം ചിക്കനൊക്കെ കഴിക്കുന്നത്. പക്ഷേ തൃശ്ശൂർ വിട്ട് അങ്ങടേക്ക് തിരുവനന്തപുരം വരെ ഒരു 100% ആൾക്കാരും ഓണത്തിന് മത്സ്യം ഉപയോഗിക്കില്ല, മാംസം ഉപയോഗിക്കില്ല. അവർ പ്യുവർ വെജിറ്റേറിയൻ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ അതിനെ മാതൃകയാക്കിയിട്ട് നമ്മുടെ മലബാറുകാരും കുറേയൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ തീർന്നിട്ടില്ല. ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പരിചിതനായ TN ഗോപകുമാർ സാറിനെ ചേട്ടൻ അനുകരിക്കുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ KCLന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന്. ഏഷ്യാനെറ്റിലെ കണ്ണാടി എന്ന പരിപാടിയുടെ അവതാരകൻ TN ഗോപകുമാറിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കുകയാണ്. മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം. കണ്ണാടിയുടെ 1500-ാം എപ്പിസോഡാണിത്. ആനുകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ണാടിയുടെ ഈ ലക്കം ഇവിടെ വീണ് പൊട്ടുന്നു. പുതിയ കണ്ണാടിയുമായി അടുത്ത ലക്കം കാണും വരെ നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മുടെ ഓണാഘോഷ ഈ സ്പെഷ്യൽ പ്രോഗ്രാം 1 മുതൽ 0 വരെ എന്ന പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഞങ്ങളുടെ എല്ലാവർക്കും, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും, KCLയിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളുടെയും കുറച്ച് അവതാരം കൂടി വരാറുണ്ട്. അവർക്ക് ഓരോ പ്രോഗ്രാം കാരണം അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല. അവരുടെ കൂടെയും എല്ലാ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഞങ്ങൾ അറിയിക്കുകയാണ്. എല്ലാ KCLയിലെ കുടുംബാംഗങ്ങൾക്കും സ്നേഹത്തിൽ ചാലിച്ച, ഹൃദയത്തിൽ ചാലിച്ച ഓണാശംസകൾ.